ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് ഡെയിലി സെൻറ്റൻസസ് പഠിക്കാം. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസസ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. അപ്പം വിഷമിക്കേണ്ടയുടെ ഇംഗ്ലീഷ് എന്താ? ഡോണ്ട് വറി. ഡോണ്ട് വറി. എല്ലാം എന്ന് വെച്ചാൽ എവറിത്തിങ്. എല്ലാം എവറിത്തിങ്. ശരിയാകും. ശരിയാകും എന്ന് പറയുന്നത് ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. ശരിയാകും. ശരി ആയെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. ശരിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ്. അപ്പം ഇത് ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ അവിടെ വിൽ ബി ഫൈൻ ചേർക്കണം. വിൽ ബി ഫൈൻ. അപ്പോൾ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഫൈൻ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം. നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. നിങ്ങൾ എന്ന് പറഞ്ഞാൽ യു. സഹായം എന്താ? ഹെൽപ്പ്. വളരെ, സോ മച്ച് എന്ന് പറയത്തില്ല നമ്മൾ, അതുപോലെ വളരെ. നന്ദി. നന്ദി എന്ന് പറഞ്ഞാൽ താങ്ക്സ്. അപ്പം താങ്ക് യു എൻ്റെ ഇംഗ്ലീഷിലോട്ട് നമ്മൾ പറയുമ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? എനിക്ക് വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എനിക്കെന്ന് വെച്ചാൽ എന്താ? ഐ. വിശക്കുക, ഹംഗ്രി. വിശക്കുക എന്ന് വെച്ചാൽ ഹംഗ്രി. നമുക്ക് വി. എന്തെങ്കിലും, സംതിങ്. എന്തെങ്കിലും എന്ന് വെച്ചാൽ എന്താ? സംതിങ്. കഴിക്കാം, ഈറ്റ്. അപ്പോൾ നമ്മളിതിൽ ഇംഗ്ലീഷിലോട്ട് എഴുതുമ്പം ഐ ആം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് സംതിങ്. ലെറ്റ്സ് ഈറ്റ് സംതിങ്. അപ്പം നെക്സ്റ്റ് പോയിൻ്റ് എന്താ? നീ എവിടെ പോവുകയാണ്? നീ എവിടെ പോവുകയാണ്? നീ എന്ന് വെച്ചാൽ എന്താ? വേർ. എവിടെ. നീ എന്ന് വെച്ചാൽ എന്താ? യു. എവിടെ എന്ന് വെച്ചാൽ എന്താ? വേർ. പോവുകയാണ്, ഗോയിങ്. അപ്പോൾ ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം നീ എവിടെ പോവുകയാണ്? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? അപ്പം നമ്മളിവിടെ ഒരു 4 സെൻറ്റൻസ് പഠിച്ചു. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം നമുക്ക് എന്താണെന്ന്. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എന്നാ? ഫിഫ്ത്ത് വൺ. ദയവായി എന്നെ സഹായിക്കാമോ? ദയവായി എന്നെ സഹായിക്കാമോ? അപ്പോൾ ദയവായിയുടെ ഇംഗ്ലീഷ് എന്താ? പ്ലീസ്. പ്ലീസ്. എന്നെ. എന്നെ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? സഹായിക്കാമോ, ഹെൽപ്പ്. എന്നെ എന്ന് വെച്ചാൽ മീ. സഹായിക്കാമോ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്. ദയവായി എന്നെ സഹായിക്കുമോ? പ്ലീസ് ഹെൽപ്പ് മീ. ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? നമുക്കിപ്പോൾ ഇംഗ്ലീഷിലോട്ട് എഴുതാം. ദയവായി. അപ്പോൾ ദയവായി നമ്മളിതൊരു റിക്വസ്റ്റ് ഫോമാണ്. അപ്പം നമ്മൾ ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്, അല്ലെങ്കിൽ ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ. Can you help me? Can you help me please? അപ്പം ദയവായി എന്നെ സഹായിക്കാമോ? അതൊരു റിക്വസ്റ്റ് ഫോമിലാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളോട് ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്, അല്ലെങ്കിൽ ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ. അതാണ് ഫിഫ്ത്ത് പോയിൻ്റ്. അപ്പം നമുക്ക് 6th പോയിൻ്റ് എന്താ? ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ, നൗ. നിങ്ങൾ, യു. ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ യു. എന്ത് ചെയ്യുകയാണ്? എന്ത്, വാട്ട്. ചെയ്യുകയാണ്, ഡൂയിങ്. ചെയ്യുകയാണ് ഇംഗ്ലീഷ് വേണം എന്താ? ഡൂയിങ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? നമുക്കിതിൽ ഇംഗ്ലീഷിലോട്ട് നമുക്ക് എഴുതാം. What are you doing? What are you doing? What are you doing right now? റൈറ്റ് നൗ എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യമായിട്ടാണ് റൈറ്റ് നൗ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ? അപ്പം നെക്സ്റ്റ് പോയിൻ്റ് എന്താ?
നമുക്ക് നടക്കാൻ പുറത്തേക്ക് പോകാം. നമുക്ക് നടക്കാൻ പുറത്തേക്ക് പോകാം. ഇവിടെ നമുക്കെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡ് എന്താ, വി. നടക്കുക എന്താ, വാക്ക്. പുറത്തേക്ക് ഔട്ട്സൈഡ്. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്സൈഡ്, പോകാം, ഗോ. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നമ്മൾക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, നമുക്ക് നടക്കാൻ പുറത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ എഴുതാം, ലെറ്റ്സ് go out. Let's go out for a walk. Let's go out for a walk. നമുക്ക് നടക്കാൻ പുറത്തേക്ക് പോകാം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ, ഇപ്പോൾ സമയം എത്ര ആയി. ഇപ്പോൾ വാട്ട്, സമയം, ടൈം, എത്രയായി, അതൊരു ക്വസ്റ്റ്യൻ ഫോമാണ്. എത്രയായി, വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ. ഇപ്പോൾ സമയം എത്രയായി, വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ. അപ്പം നമുക്ക് ഇംഗ്ലീഷിലോട്ട് എഴുതാം, സെയിം അത് തന്നെ. വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ. ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ ഇതിൽ പഠിച്ചത്, ദയവായി എന്നെ സഹായിക്കാമോ, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ, അല്ലെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്. നെക്സ്റ്റ് പോയിന്റ്, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ. നെക്സ്റ്റ് പോയിന്റ്, നമുക്ക് നടക്കാൻ പുറത്തേക്ക് പോകാം, ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ എ വാക്ക്. നെക്സ്റ്റ് പോയിന്റ്, ഇപ്പോൾ സമയം എത്രയായി, വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം, ഇന്നത്തെ നിങ്ങളുടെ പദ്ധതി എന്താണ്. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താ, ടുഡേ. നിങ്ങളുടെ, യുവേഴ്സ്, നിങ്ങളുടെ. പദ്ധതി എന്നതിൻ്റെ മീനിങ് എന്താ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ പദ്ധതി എന്ന് വെച്ചാൽ പ്ലാൻ. എന്താണെന്ന് പറഞ്ഞാൽ എന്താ, വാട്ട്. ഇന്നത്തെ നിങ്ങളുടെ പദ്ധതി എന്താണ്. അപ്പോൾ അത് നമുക്ക് ഇംഗ്ലീഷിലോട്ട് എഴുതാം. What's your plan today? Question mark. What's your plan today എന്ന് ചോദിക്കാം. What's your plan for today എന്ന് എഴുതാം. ഞാനിവിടെ ഫോർ. വാട്ട്സ് യുവർ പ്ലാൻ ടുഡേ, അല്ലെങ്കിൽ വാട്ട്സ് യുവർ പ്ലാൻ ഫോർ ടുഡേ. ഇന്നത്തെ നിങ്ങളുടെ പദ്ധതി എന്താണ്, വാട്ട്സ് യുവർ പ്ലാൻ ടുഡേ, അല്ലെങ്കിൽ വാട്ട്സ് യുവർ പ്ലാൻ ഫോർ ടുഡേ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം. ഇപ്പോൾ എന്ന് വെച്ചാൽ എന്തോ, നൗ. എനിക്ക്, ജോലി, വർക്ക്, പോകണം, ഗോ. ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, I need, അല്ലെങ്കിൽ വാണ്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ നീഡ് എന്ന് എഴുതാം. I need to go to work now. I need to go to work now, അല്ലെങ്കിൽ I want to go to work now. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നൗ വന്നിവിടെ. എനിക്ക്, ജോലിക്ക് പോകണം, I need to go to work, അല്ലെങ്കിൽ I want to go to work. ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം, I need to go to work now. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ, ദയവായി ഒരു മിനിറ്റ് കാത്തിരിക്കൂ. ഇവിടെ ദയവായി എന്ന് പറയുമ്പോൾ റിക്വസ്റ്റ് ഫോമാണ്. ദയവായി, പ്ലീസ്, ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എ മിനിറ്റ്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് എ ആക്കും. ഇപ്പോൾ ഇത് 2 minutes ആണെങ്കിൽ നമുക്ക് 2 minutes തന്നെ പറയാം. പക്ഷേ ഇത് 1 minute എന്ന് പറയുന്നത് നമ്മൾ അത് ഇംഗ്ലീഷിൽ എ മിനിറ്റ് എന്നാക്കും. എ മിനിറ്റ്, കാത്തിരിക്കുക ഇംഗ്ലീഷ് എന്താ, വെയിറ്റ്. കാത്തിരിക്കുക, വെയിറ്റ്. അപ്പോൾ ദയവായി 1 minute കാത്തിരിക്കൂ.
നമുക്കത് ഇംഗ്ലീഷിലോട്ട് എഴുതാം. പ്ലീസ് വെയിറ്റ് എ മിനിറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് എന്താ? എനിക്ക് മനസ്സിലായില്ല, വീണ്ടും പറയാമോ? എനിക്കെന്ന് വെച്ചാൽ എന്താ? മനസ്സിലായില്ല. ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. വീണ്ടും പറയാമോ? റിപ്പീറ്റ്. വീണ്ടും മീനിങ് എന്താ? റിപ്പീറ്റ്. പറയാമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാമോ? അതാ ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് അങ്ങനെ പറയണ പോലെ. അപ്പം അതിന് നമ്മൾ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാം. എനിക്ക് മനസ്സിലായില്ല, വീണ്ടും പറയാമോ? I didn't understand അല്ലെങ്കിൽ I don't understand. I didn't understand അല്ലെങ്കിൽ I don't understand. വീണ്ടും പറയാമോ? അതൊരു റിക്വസ്റ്റ് ഫോം അല്ലേ? അപ്പോൾ ക്യാൻ യു റിപ്പീറ്റ്. എനിക്ക് മനസ്സിലായില്ല, വീണ്ടും പറയാമോ? ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്, ക്യാൻ യു റിപ്പീറ്റ്. അപ്പോൾ ഇന്നത്തെ ഇതിലെന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 9th പോയിന്റ് പറഞ്ഞാൽ ഇന്നത്തെ നിങ്ങളുടെ പദ്ധതി എന്താണ്? വാട്ട്സ് യുവർ പ്ലാൻ ഫോർ ടുഡേ? 10th വൺ, ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം. ഐ നീഡ് ടു ഗോ ടു വർക്ക് നൗ. 11th വൺ, ദയവായി ഒരു മിനിറ്റ് കാത്തിരിക്കൂ. പ്ലീസ് വെയിറ്റ് എ മിനിറ്റ്. 12th വൺ, എനിക്ക് മനസ്സിലായില്ല, വീണ്ടും പറയാമോ? ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്, ക്യാൻ യു റിപ്പീറ്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഈ ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഇന്ന് വളരെ മനോഹരമായ ദിവസമാണ്. നമുക്ക് വൈകുന്നേരം കാണാം. വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ഇപ്പോൾ ടോട്ടൽ ഇത്രയും പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 13 പോയിന്റ് നോക്കാം. ഈ ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ദീസ് ഡേയ്സ്. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഇംഗ്ലീഷ് പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ സ്റ്റഡിങ് അല്ലെങ്കിൽ ലേണിംഗ് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് എഴുതാം. I am learning English these days. ഈ ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് ദീസ് ഡേയ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇന്ന് വളരെ മനോഹരമായ ദിവസമാണ്. ഇന്നിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ടുഡേ. വളരെ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾക്കിവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസമാണെന്ന് പറയുന്നത് വളരെ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഡേ. സോ മച്ച് എന്ന് പറയത്തില്ല നമ്മൾ. അതുപോലെ വളരെ മനോഹരമായി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. മനോഹരം എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. ദിവസം എന്ന് പറഞ്ഞാൽ ഡേ. പിന്നെ ഇംഗ്ലീഷിലോട്ട് നമുക്ക് എഴുതാം. It's a beautiful day today. ഇന്ന് വളരെ മനോഹരമായ ദിവസമാണ്. വളരെ ബ്യൂട്ടിഫുൾ. വളരെ മനോഹരമായ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഡേ ടുഡേ. ഇന്നെൻ്റെ മീനിങ്ങാണ് ടുഡേ. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താ? നമുക്ക് വൈകുന്നേരം കാണാം. നമുക്കെന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ പറയുമ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ
വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഈവനിങ്. കാണാം, മീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് എഴുതാം? Let's meet in the evening. കാണാമെന്ന് ഉദ്ദേശിക്കുന്നത് മീറ്റ് എപ്പോഴാണ്? ഈവനിങ്ങിൽ. ലെറ്റ്സ് മീറ്റ് ഇൻ ദ ഈവനിങ്. നെക്സ്റ്റ് പോയിന്റ് 16 പോയിന്റ് എന്താ? വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. വിഷമിക്കേണ്ടയുടെ ഇംഗ്ലീഷ് എന്താ? ഡോണ്ട് വറി, എല്ലാം ശരിയാകും. ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്, ശരിയാകും. ഇപ്പോൾ ഫ്യൂച്ചർ ടെൻസിലോട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിത് എഴുതാം. ഡോണ്ട് വറി. എല്ലാത്തിനും ഇംഗ്ലീഷ് എന്താ? ഇംഗ്ലീഷ് വേർഡ് എവറിത്തിങ്. എവറിത്തിങ് ശരിയാകും. ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്, ശരിയാകും. അപ്പോൾ നമ്മളിവിടെ വില്ല് ചേർക്കും. വില്ലിൻ്റെ കൂടെ ഒരു ബി ഇങ്ങനെ ചേർക്കണം. വിൽ ബി, എല്ലാം ശരിയാകും. വിൽ ബി, ശരിയാകും എന്ന് പറയുന്നത് എന്താ? ഫൈൻ. എല്ലാം ശരിയാകും. എവറിത്തിങ് വിൽ ബി ഫൈൻ. ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഫൈൻ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? 13 പോയിന്റ് ഈ ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. നെക്സ്റ്റ് വൺ, ഇന്ന് വളരെ മനോഹരമായ ദിവസമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ടുഡേ. 15th വൺ, നമുക്ക് വൈകുന്നേരം കാണാം. ലെറ്റ്സ് മീറ്റ് ഇൻ ദ ഈവനിങ്. 16th പോയിന്റ്, വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഫൈൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം.